നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എക്സ് ചന്ദ്രാപിന്നി ബ്രാഞ്ച് കമ്മിറ്റിയുടെ പുതിയ ആംബുലൻസിന്റെ പ്രവർത്തനോദ്ഘാടനം ഫിഷറീസ് ആൻഡ് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നിർവഹിച്ചു. പള്ളിത്താനം മേഖലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ AKG അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. എക്സ് ചന്ദ്രാപിന്നി ബ്രാഞ്ച് കമ്മിറ്റിയുടെ പുതിയ ആംബുലൻസിന്റെ പ്രവർത്തനോദ്ഘാടനം ഫിഷറീസ് ആൻഡ് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു നിർവഹിച്ചു. സമൂഹത്തിന് സേവനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനാകൂ എന്നും എക്സിന്റെ പ്രവർത്തനം മഹത്തരമാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അപകടങ്ങൾ നമ്മൾ നിഴൽ പോലെ നമ്മളെ പിന്തുടരുന്നുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും എതിരെ വരുന്ന വണ്ടി അല്ലെങ്കിൽ കയറ് പൊട്ടി റോഡ് കുറുകെ ഓടുന്ന പശു ഇതെല്ലാം അപകടം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വേറെ ആരും കണ്ടില്ലെങ്കിൽ ഇടിച്ചിട്ടിട്ട് വണ്ടി പോയി കളയും. അതാണ് സാധാരണ പതിവ്. ആരും എടുത്ത് കൊണ്ടുപോകാറില്ല. ഞാൻ നേരത്തെ പലരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാറുണ്ട്. ചില ആളുകൾ നല്ലോണം കുടിച്ച് കിടക്കുന്നതാണ്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഏതായാലും ഇങ്ങനെ അപകടം പറ്റി റോഡിൽ ഒരു ആശ്രയമില്ലാതെ കിടക്കുന്ന ആളുകളെ സൗജന്യമായി തൊട്ടടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുക എന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു സംവിധാനമാണ് ആക്സ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 13 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് 14ാമത് ഒരു ആംബുലൻസ് കൈമാറാൻ മുന്നോട്ട് വന്ന ഈ നാടിനെ വളരെ ഉദാരമതിയായ ശ്രീ TK അബ്ദുറഹ്മാനെ ഞാൻ ഹാർദമായി അനുമോദിക്കുകയാണ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൾ റഹ്മാൻ ആംബുലൻസിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. എക്സ് ജനറൽ സെക്രട്ടറി ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി. 14 ബ്രാഞ്ചുകളായി തൃശ്ശൂർ വ്യാപിച്ചു കിടക്കുന്നു. എവിടെ അപകടം സംഭവിക്കുന്നു, അപകടം മാത്രമല്ല, ഒരു കുടുംബത്തിൽ നിലവിളി ഉയരുന്നു. എന്ത് പറ്റി? ഇതാ കുടുംബത്തിലെ പിതാവിന് നെഞ്ചത്ത് വേദന, ഹാർട്ട് അറ്റാക്ക് ആണ്. ആരെ വിളിക്കും? നിങ്ങൾ 1099. നിങ്ങളുടെ രക്ഷകനായി നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബനാഥൻ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് എന്ന ഹൃദയത്തുടിപ്പോടുകൂടെ ഓടി വരും. കച്ചവടം നടത്താനല്ല, ആംബുലൻസ് ബിസിനസ് നടത്താനല്ല, നിങ്ങളുടെ കുടുംബനാഥനെ രക്ഷിക്കണമെന്ന ഒരൊറ്റ ചിന്തയോടുകൂടെ ഉറക്കമുളച്ചിരുന്ന് അത് രാത്രി 1 മണിക്കോ 2 മണിക്കോ നിങ്ങൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ സമൂഹത്തിൽ വാർത്തെടുക്കുക. അതാണ് പ്രിയമുള്ളവരെ ആക്സിന്റെ ലക്ഷ്യം. അത് ചന്ദ്രാപിന്നിയിൽ മനോഹരമായിട്ട് നടക്കുന്നു. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, സജയ് വയനപ്പള്ളി, ഗീത മോഹൻദാസ്, രത്ന ചന്ദ്രൻ, KK ശേഖരൻ, EM ഷമീർ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പള്ളിത്താനം മേഖലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. വളർത്തുമൃഗങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്ന നായ്ക്കൂട്ടം ശനിയാഴ്ച രാത്രി ഒരു പോത്തിനെ കടിച്ചുകൊന്നു. വെട്ടിയാട്ടിൽ വീട്ടിൽ യൂനസിന്റെ വീട്ടിലെ പോത്തിനെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നത്. ഈ വീട്ടിലെ തന്നെ ടർക്കി കോഴികൾ, വാത്ത, എരണ്ട തുടങ്ങിയവയെയും നായ്ക്കൾ ആക്രമിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വലിയ പുരയ്ക്കൽ ദാസന്റെ വീട്ടിലെ ആടുകളെയും തെരുവ് നായ്ക്കൾ ആക്രമിച്ചിട്ടുണ്ട്. 1 മാസത്തോളമായി ഈ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. 10ഉം 15ഉം നായ്ക്കളുടെ കൂട്ടമാണ് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. സമീപത്തെ സ്കൂൾ മൈതാനിയിലും വീടിന്റെ ടെറസിലുമാണ് നായ്ക്കൾ കൂട്ടം കൂടുന്നത്. തെരുവ് നായ്ക്കളുടെ ആക്രമണം തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ AKG അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. ഈ അംഗൻവാടി കെട്ടിടം കൊടുത്തിരിക്കുന്നത് ശ്രീ മണ്ടത്ര ബാലേട്ടൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ദിവാകരന്റെ സ്മരണയ്ക്കായിട്ടാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസാണ്. ആ കേസിൽ പങ്കെടുത്ത വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ വളരെ കുറച്ചാളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. ശിവശങ്കരപ്പിള്ളയും ML ലോറൻസും മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്ന് ധാരണ. ബാക്കി എല്ലാവരും മരണപ്പെട്ടു പോയി. അടുത്ത കാലത്താണ് KC മാത്യു മരിച്ചത്. വളരെ വിശ്വാസപരം ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിപ്ലവകാരികളായിട്ടുള്ള ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. ആ സമരത്തിൽ പങ്കെടുത്തവരെല്ലാം ഭീകരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടാണ് അവർ ജീവിതകാലം മുഴുവൻ അതിന്റെ എല്ലാം
ആ മർദ്ദനത്തിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോയ ആളുകളെല്ലാം തന്നെ. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹഫ്സ ഉഫൂർ, ജമീല അബൂബക്കർ, TS ഗോപിനാഥൻ, സുലൈഖ സുലൈമാൻ, ബിന്ദു സന്തോഷ്, ലൈന അനിൽ, KB ബിജി എന്നിവർ സംസാരിച്ചു. മണ്ടത്ര ബാലൻ നൽകിയ 3 സെന്റ് സ്ഥലത്ത് PR രാജൻ MP-യുടെ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിതത്. തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന പ്രമേയത്തിൽ MGM തൃശൂർ ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടന്നു. കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം ക്യാമ്പസിൽ നടന്ന സമ്മേളനം MGM സംസ്ഥാന സെക്രട്ടറി ആമിന അൻവാരിയ ഉദ്ഘാടനം ചെയ്തു. MGM ജില്ലാ പ്രസിഡന്റ് VA ഉമ്മുകുൽസു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം ഉമാ ശിവരാമൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സാജിദ പുതിയ വീട്ടിൽ, MK ഖദീജ ബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പണ്ട് കാലങ്ങളിലൊക്കെ കുട്ടികളങ്ങനെ പഠിപ്പിക്കില്ല, കുറച്ച് പഠിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവരെ വിവാഹം ചെയ്തയക്കുന്നത്. അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് ഈ സംഘടനയിലൂടെ നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ നിങ്ങളുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു പഠിപ്പിക്കാതിരിക്കുന്ന അതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഘടന ഉണ്ടായാൽ തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഒരുപാട് പണ്ഡിതന്മാർ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംഘടനയുമായി മുന്നോട്ട് പോകണമെന്നും നല്ലൊരു പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സംഘടനയായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് വൈകുന്നേരം വരെയുള്ള വൈകിട്ട് വിവിധ സെഷനുകളിലായി ഷമീർ സ്വലാഹി, സുബൈദ സ്വലാഹിയ, ആയിഷ ചെറുമുക്ക്, ഹസീന സ്വലാഹിയ എന്നിവർ ക്ലാസ് എടുത്തു. കയ്പമംഗലം ബീച്ച് പുനർജനി ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ അരി വിതരണം നടത്തി. കൊടുങ്ങല്ലൂർ സേവാഞ്ജലി ട്രസ്റ്റ് പ്രസിഡന്റ് K സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. TK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KR മോഹൻദാസ്, ബാബു കംപ്ലിക്കൽ, KC ദിലീപ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.